അനേകം മഹാത്മാക്കളുടെ പ്രവർത്തന ഫലമായിട്ട് ജാതിഹീനതയെ വലിയ അളവോളം നമ്മൾ ജയിച്ചിട്ടുണ്ട്. വല്ലതും ശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കണം. നമ്മളെല്ലാവരും ഒരു അമ്പലത്തിലാണ് പോയി പ്രാർത്ഥിക്കുക. ഒന്നുറപ്പിച്ച് പറയാം, മറ്റു മതങ്ങളിലുള്ള അത്ര ജാതി ഹിന്ദുവിലില്ല. ഉറപ്പ്. നമ്മളെല്ലാവരും ഒരു അമ്പലത്തിൽ പോകും. അവിടെ നമ്പൂരിയാണോ നായരാണോ ഈഴവരാണോ ആരും ചോദിക്കാറില്ല. എന്നാൽ കത്തോലിക്കൻ്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവുക, പോയാൽ എന്താ ഉണ്ടാവുക? ഓർത്തഡോക്സിൻ്റെ പള്ളിയിൽ മാർത്തോമ പോവുമോ? ബാബാ കക്ഷീൻ്റെ മെത്രാൻ കക്ഷി പോവോ? മെത്രാൻ കക്ഷീൻ്റെ ബാബാ കക്ഷി പോരുമോ? ഇവരാരെങ്കിലും ജ്ഞാനായാലും പോവോ? ഇവരാരെങ്കിലും പെന്തക്കോസ്തിനെ അടുപ്പിക്കുകയോ? ഇവർക്കൊക്കെ പുസ്തകം തന്നെയാണ്, പക്ഷേ ഇത്ര ജാതി ഭേദമാണ്. ഇത് പിന്നെ സാരല്ല, കലഹവും വഴക്കാണോ ഒക്കെ ഉണ്ടാവുള്ളൂ. മറ്റതോ ഒരു സുന്നീൻ്റെ പള്ളിയിലായിട്ട് ഷിയ പോയാൽ, ഷിയയുടെ പള്ളിയിൽ സുന്നി പോയാൽ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയണ്ട. നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണതാണ്. ഈ കഴുത്തിൻ്റെ മുകളിലുള്ള സാധനം ഉണ്ടാവില്ല, ഉറപ്പ്. പുസ്തകം ഒന്ന് തന്നെയാണ്, ഒറ്റ പുസ്തക. അഹമ്മദിയ മൂവ്മെന്റിനെ അവരാരെങ്കിലും അംഗീകരിക്കുകയോ? സുന്നത്തുൽ ഖുർആൻ സൊസൈറ്റി അംഗീകരിക്കുകയോ? ഒക്കെ പോട്ടെ, മനുഷ്യ സ്നേഹം പഠിപ്പിക്കുന്ന, സകല മനുഷ്യരിലും കുടികൊള്ളുന്ന ചൈതന്യം ഏകമാണെന്ന് പഠിപ്പിക്കുന്ന സൂഫി ഗുരുക്കന്മാരുണ്ട് ഇസ്ലാമിൽ. അവരെ അംഗീകരിക്കുകയോ? ചോദ്യം ഇല്ല. കോഴിക്കോട് കളന്തോട് ഉപ്പാവയുടെ അടുത്ത് ഞാൻ പലപ്പോഴും പോകുമായിരുന്നു. ആ ഒരു സ്നേഹം ഞാൻ പലപ്പോഴും പറയാറുണ്ട്. എൻ്റെ ഓർമ്മ വെച്ചതിന് ശേഷം അമ്മമ്മ കഴിഞ്ഞാൽ ഏറ്റവും ഉമ്മ വെച്ചത് അദ്ദേഹമാണ്. തലയിൽ മുട്ട പിടിച്ചൊക്കെ മുട്ടത്തലയായിട്ട് പോയി കഴിഞ്ഞാൽ തലയിലൊക്കെ ഉമ്മ വെച്ച് വയ്ക്കും. കഥ പറയല്ല, അംഗീകരിക്കില്ല അവരെ. കാരണം അവർ മനുഷ്യ സ്നേഹത്തെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തീർത്തു പറയാം, ജാതീയമായി നമ്മൾ എത്രയോ ജയിച്ചു. പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നമ്മളെ ഭിന്നിപ്പിക്കുകയാണ്. കോൺഗ്രസും BJPയും CPMഉം CPIയും പിന്നെ എന്തൊക്കെയാണെന്നറിയില്ല. ദയവ് ചെയ്ത് ഹിന്ദു എന്നുള്ള പേരിൽ ഒന്നിക്കുക. ആ കാര്യത്തിൽ മറ്റു മതങ്ങളെ കണ്ടുപഠിക്കുക. അവർ ആരാധനയുടെ വിഷയത്തിൽ എത്ര കലഹിച്ചാലും, അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നമസ്കരിക്കണോ ഇങ്ങോട്ട് തിരിയണോ എന്നൊക്കെ ഉള്ളതിൽ തർക്കം കൂടിയാലും, മതത്തിൻ്റെ കാര്യം വന്നാൽ ഒന്നാണ്. അത് നമ്മൾ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് വന്നപ്പോൾ കണ്ടു, പലപ്പോഴും കണ്ടു. മതത്തിൻ്റെ കാര്യത്തിൽ ഒന്നാണ്. ഹിന്ദു, നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിലോ പ്രവർത്തിച്ചോളൂ, പക്ഷെ ഹിന്ദു എന്നുള്ളതിൽ ഒന്നായിരിക്കുക. ആ ഒന്നിച്ചാൽ മാത്രമേ നാളെയിലേക്ക് നിലനിൽപ്പുള്ളൂ എന്നറിയുക.